കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ട്രേയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. 250 ഗ്രാം കപ്പിൽ 1 കപ്പ് മൈദമാവ്, 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും പിന്നെ 1 നുള്ളുപ്പും കൂടി ചേർത്തൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 250 ഗ്രാം കപ്പിൽ തന്നെ അര കപ്പ് പഞ്ചസാരയും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 150 ഗ്രാമോളം പിസ്ത ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ ഫ്രഷ് ക്രീമും കൂടി പിസ്തയിലോട്ട് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാലിൻ്റെ പാട ഉണ്ടല്ലോ, വെള്ളപ്പാട, അതൊന്ന് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് പാലും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മുടെ പിസ്തയും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്ന പിസ്തയും കൂടി അതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ 4 മുട്ടയും കുറച്ച് വാനില എസൻസും കൂടി നന്നായിട്ട് പതച്ചതിന് ശേഷം നമ്മുടെ പിസ്ത ക്രീമും കൂടി അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മാവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാത്രത്തിനുള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി കുനാഫ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാമിൻ്റെ മേജർ നൈസ് വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 50 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി അത് ഒരു കേക്ക് ട്രേയിൽ തന്നെ സെറ്റാക്കി എടുക്കാമേ. ഇതിന് ഞാൻ ഒരു എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയേ. അപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് അതിനെ നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് അതിലോട്ട് കുറച്ച് പിസ്ത ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കെല്ലാം കൂടി ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ജാർ കേക്ക് ആക്കിയതുകൊണ്ട് തന്നെ ജാറിൻ്റെ ഷേപ്പിലൊന്ന് അളവിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് സിറപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുനാഫയിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാമേ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കുനാഫയും കൂടി അതിലോട്ടൊന്ന് മിക്സാക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമേ. എന്നിട്ട് വീണ്ടും അതിലോട്ട് തന്നെ കുറച്ച് ക്രീമും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്തയുടെ ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഇത്രയും ലെയർ മാത്രം മതിയായിരുന്നു. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പീസ് കേക്കും കൂടി എടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയൊക്കെ ആയപ്പോഴേക്കും കേക്കും ക്രീമും എല്ലാം കൂടിയൊക്കെ ആയപ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് ഓവറായിപ്പോയി കേട്ടോ. അതിൻ്റെ മുകളിൽ നന്നായിട്ടങ്ങ് ജാറിൽ നിറഞ്ഞു നിന്നേ. പിന്നെ കുഴപ്പമില്ല, ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് വെച്ചതിന് ശേഷം ഒന്ന് സെറ്റായതിന് ശേഷം നമുക്കെടുത്തതൊന്ന് സെർവ് ചെയ്തെടുക്കാമേ. പിന്നെ ഞാനിതുപോലെ ഒരു ചെറിയ ജാറിലും കൂടി കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലും ഇതുപോലെ ചെറിയ പീസായിട്ട് കേക്കിനെ ഒന്ന് മുറിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സിറപ്പൊക്കെ ഒഴിച്ച് ക്രീമൊക്കെ തേച്ചിട്ട് വീണ്ടും കുനാഫയും കൂടെയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ക്രീമും പിസ്തയുടെ ക്രീമും കൂടെയൊക്കെ ചേർത്തിട്ട് അതും കൂടി ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതെടുത്തൊന്ന് കഴിച്ച് നോക്കാമേ. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്ക് അതിൻ്റെ ആ ചെറിയ കുനാഫയുടെയൊക്കെ ചെറിയ ക്രിസ്പി ആയിട്ടുള്ള ബൈറ്റൊക്കെ കിട്ടുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ എടുത്ത സ്പൂൺ ചെറുതായിപ്പോയി കേട്ടോ. അപ്പം എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇത്രയും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.